ചേട്ടാ നമസ്കാരം. നമസ്കാരം. കുറെ നാളായിട്ട് നമ്മൾ കേൾക്കുന്നു ഇന്ത്യ യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ടേയിരിക്കുന്നു, യുദ്ധം ഉടനെ ഉണ്ടാകുമെന്നുള്ള സാഹചര്യം. ഇപ്പോ നമ്മുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് തന്നെ പറയുകയാണ്, ഇനി നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത്. ഇവരൊക്കെ ഇത് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇത് പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും യുദ്ധത്തിലേക്ക് പോകുമെന്ന് അടിവരയിട്ട് പറയുകയാണ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അങ്ങനെയൊന്നും പോകാൻ സാധ്യതയില്ല, അതിനു മുമ്പേ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കുമായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങൾ. നമ്മൾ നിരന്തരം യുദ്ധത്തിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ്. അതായത് ഇസ്രായേൽ പോലെ, റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റ് പോലെ ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള, അത് നമ്മുടെ ഭാഗത്തും ഡാമേജ് ഉണ്ടാവും. നമ്മുടെ CDS ആയിട്ടുള്ള അനിൽ ചൗഹാൻ പറഞ്ഞത് നമ്മൾ ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് ഇനിയൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് മാത്രമായിരിക്കില്ല കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നത്, നമ്മുടെ ഭാഗത്തും ഉണ്ടാവും. നമ്മളത് വളരെയധികം നമ്മുടെ പൗരന്മാർ തയ്യാറായിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അതിനുശേഷം ഉപേന്ദ്ര ദ്വിവേദി കരസേനാ മേധാവി മുന്നറിയിപ്പ് കൊടുക്കുന്നു, നമുക്കിത് തരുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ആ ഒരു ഫസ്റ്റീവ് മൂഡിൽ ഇങ്ങനെ അഭിരമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഓണമൊക്കെ വരികയാണല്ലോ, ആ ഫസ്റ്റീവ് മൂഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അതിർത്തിയിൽ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള പണികളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമ്മുടെ പട്ടാളക്കാർക്ക് നമ്മൾ ഡ്രോൺ ഉപയോഗിക്കാനുള്ള പരിശീലനം വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നമ്മൾക്ക് അപ്പുറവും ഇപ്പുറവും, അതായത് വടക്ക് കിഴക്കും പാകിസ്ഥാനിലും നമുക്ക് വിന്യസിക്കാനുള്ള യുദ്ധവിമാനങ്ങളുടെ സ്ക്വാഡ്രൺ അതിന്റെ ബാഹുല്യം കൂട്ടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിഭീകരമായിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുദർശന ചക്ര വരുന്നു, നമ്മൾ ഡെയിലി കേൾക്കുന്നതാണല്ലോ ഈ വാർത്തകളൊക്കെ. സുദർശന ചക്ര വരുന്നു, പിനാക വരുന്നു, അഗ്നി 5 മിസൈലിന്റെ പരീക്ഷണങ്ങൾ നടത്തുന്നു, സബ്മറൈൻസിൽ ന്യൂക്ലിയർ വാഹകരായിട്ടുള്ള സബ്മറൈൻസിന്റെ പരീക്ഷണങ്ങൾ അത് വിജയകരമായി പൂർത്തിയായി എന്ന് കേൾക്കുന്നു. അത്യാധുനികമായിട്ടുള്ള ഡ്രോണുകൾ വരുന്നു, ഇസ്രയേലുമായിട്ട് മിസൈൽ പരീക്ഷണം നടത്തുന്നു. ഫ്രാൻസ് വന്നിട്ട് പറയുന്നു ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾക്ക് പല കാര്യങ്ങളും തരാനും ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനും റെഡിയാണെന്ന് പറയുന്നു. ഫിലിപ്പൈൻസുമായിട്ട് സഹകരണത്തിന് റെഡിയാണെന്ന് പറയുന്നു. അതിനിടയിൽ ഫിജിയുടെ ഭരണാധികാരി ഇന്നലെ വന്നിട്ട് 7 കരാറുകൾ ഒപ്പുവെച്ചു. അതിൽ മിക്കവാറും ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കരാറുകളാണ്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിജുചേട്ടാ, നമ്മളിത് ചെറിയൊരു കളിയല്ല, നമ്മൾ അതിഭീകരമായിട്ട് നമ്മൾ പല കാര്യങ്ങളിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ നമ്മൾ ചൈനയെ പോയി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നു, നമ്മൾ പറയുന്നു ചൈനയെ നമ്മൾ സുഹൃത്താക്കി മാറ്റുന്നു, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോ ഒരു യുദ്ധം വരികയാണെങ്കിൽ റഷ്യയ്ക്ക് ഒരിക്കലും നമ്മുടെ ഭാഗത്ത് വന്ന് നിൽക്കാൻ, ഡയറക്റ്റ് ആയിട്ട് വന്ന് നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന്റെ ഒരു കാരണം റഷ്യ ഇപ്പോൾ ഓൾറെഡി ഒരു യുദ്ധത്തിലാണ്, യുക്രൈനാണ്. ഇപ്പോഴിതാ ട്രംപിന്റെ അയാളുടെ പേര് ഞാൻ മറന്നുപോയി, ട്രംപിന്റെ ഭരണകൂടത്തിൽ തന്നെ ഒരാൾ പറയുകയാണ് നരേന്ദ്രമോദിയുടെ യുദ്ധമാണിതെന്ന്. അതായത് ലോകത്ത് യുദ്ധമുണ്ടാക്കുന്നത് മോദിയാണ്, റഷ്യ യുക്രൈൻ യുദ്ധം നിൽക്കാത്തതിന് കാരണം മോദിയാണ്. ദിസ് ഈസ് മോദീസ് വാർ എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ പാകിസ്ഥാനിൽ ഒരു ഭരണമാറ്റം വരാനായിട്ട് പോകുന്നു. ഇത് നമ്മളുമായിട്ടൊരു യുദ്ധം ഉണ്ടാകുന്നത് മിക്കവാറും പാകിസ്ഥാനുമായിട്ടാണെന്ന് തോന്നുന്നു. 5 കൊല്ലമാണ് ഇപ്പോ നമ്മുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് യുദ്ധത്തിന് തയ്യാറെടുക്കാൻ. നമ്മുടെ ഇപ്പൊ അതിനിടയിൽ ഇന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഈ ട്രംപിന്റെ കണക്കൂട്ടലൊക്കെ തെറ്റിപ്പോയിട്ടോ. അയാളുടെ കണക്കൂട്ടൽ തെറ്റിപ്പോയെന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഇന്ത്യ കുലുങ്ങിയില്ല. ഈ താരിഫ് വന്നതിന് ശേഷം ഇന്ത്യ ഒരു അണുവിട കുലുങ്ങിയില്ല എന്നുള്ളതാണ്. 2038 ഇന്ത്യ ലോകത്തിലെ 2ാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നാണ് ഇപ്പോ റിപ്പോർട്ടുകൾ വരുന്നത്. ഇഫൈ റിപ്പോർട്ടൊക്കെ ഇപ്പോ പുറത്തു വരുന്നുണ്ട്, EY റിപ്പോർട്ടൊക്കെ ഇപ്പൊ പുറത്തു വരുന്നത്. 2030 കൂടി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ രാജ്യം 20 ട്രില്യൺ ഡോളർ ആകും. ഇപ്പൊ നമ്മൾ 5 ട്രില്യൺ ആണ്, 20 ട്രില്യൺ ഡോളർ ആകും. അതിന്റെ ഒരു പണിയാണ് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആഭ്യന്തര വിപണി എത്രയ്ക്ക് ശക്തമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ആസന്നമാണ് എന്നാണ് ഇതിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് യുക്രൈൻ ഒരു കൊച്ചു രാജ്യമാണ്. റഷ്യ ഒന്ന് തുമ്മിയാ തെറിച്ചു പോകും. പക്ഷെ യുക്രൈൻ ഇത്രയധികം പിടിച്ചു നിൽക്കണമെങ്കിൽ യുക്രൈന്റെ പുറകിൽ അമേരിക്കയുണ്ട്. അമേരിക്ക കൃത്യമായിട്ട് ആയുധങ്ങൾ ഫണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പാകിസ്ഥാന്റെ പുറകിൽ അമേരിക്ക ഫണ്ടിങ്ങിന് വന്ന് നിന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാൻ അടിക്കും എന്ന് പറഞ്ഞാൽ നല്ല അടി അടിക്കും. നമുക്ക് പ്രതിരോധിക്കാൻ വരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. ആ അടിയെ പ്രതിരോധിക്കണം നമുക്ക്. ആ അടിയെ ഇവിടെ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ രാജാവാണ് എന്ന് പറയും. എന്താണ് ഇതിന്റെ ഈ വിദഗ്ധർ പറയുന്നതിന്റെ ഒരു വളരെ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അടിയായിരിക്കും, പാകിസ്ഥാനെ അടിച്ച് തൊലയ്ക്കും എന്നൊക്കെ ഇവർ വന്ന് പറയുന്നുണ്ട്. ഭീകരമായിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അമേരിക്കയാണ് പാകിസ്ഥാന്റെ മുന്നിൽ വരാൻ പോകുന്നത്. ഈ അമേരിക്ക എന്ന് പറഞ്ഞ രാഷ്ട്രം നമുക്കറിയാലോ, ഒരു കാലത്ത് നമ്മൾ ഒന്നിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള രാഷ്ട്രമല്ല. ഇപ്പൊ ട്രംപ് മൈ ഫ്രണ്ട് ആണ് എന്ന് ഇവർ പറഞ്ഞ് കളിയാക്കുമെങ്കിലും ട്രംപിന്റെ ആദ്യത്തെ കാലത്ത് തന്നെയും നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ അന്തർധാരയിൽ നല്ല അടിയായിരുന്നു. അത് നോക്കുന്നവർക്കറിയാം. എന്താണ് ഇതിന്റെ വരുംവരായികകൾ, എന്താണ്, അതാണ് എനിക്കറിയാം. എന്താണ് തോന്നുന്നത്? സംഘർഷം അധികം വൈകാതെ ഉണ്ടാകും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് ധനുഷ് പോയിന്റുകൾ നേരത്തെ പറഞ്ഞിരുന്നു.
അതായത് പുതിയ ആ, അന്താരാഷ്ട്ര സാമ്പത്തിക വിദഗ്ധരുടെ കണക്കൂട്ടൽ പ്രകാരം ഇന്ത്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയാണ്. വേഗം രണ്ട് തരമുണ്ട്. വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയും അതിവേഗം വളരുന്ന സാമ്പത്തിക വ്യവസ്ഥയും രണ്ടും രണ്ടാണ്. അതായത് ഒരാൾ ഓടി വരുന്നു എന്ന് പറയുന്നതും ഒരാൾ വളരെ വേഗത്തിൽ ഓടി വരുന്നു എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. വളരെ വേഗത്തിൽ ഓടി വരുന്ന ആൾക്ക് ലക്ഷ്യത്തിലേക്ക് വളരെ എളുപ്പം എത്താൻ കഴിയും, ഷോർട്ട് ടൈമിൽ എത്താൻ കഴിയും. ഇത് അതെ. തന്നെയാണ് അമേരിക്കയുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം. കാരണം ഇന്ത്യയെ പോലെ ഇപ്പൊ ചൈനയാണ് അവർക്ക് അവരുടെ ഒന്നാം നമ്പർ ശത്രു. വലിയ ചൈന എങ്ങനെ തടയാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേ സ്ഥാനത്തേക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സാമ്പത്തികമായി മുമ്പോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അധികം വൈകാതെ തന്നെ ജപ്പാനെയും ജർമ്മനിയും പിന്തള്ളിക്കൊണ്ട് നമ്മൾ എത്തും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും യെസ്, ലേറ്റസ്റ്റ് യെസ്. കണക്കുകളും വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഏഷ്യയിലുള്ള ഇനി ഒരു രാജ്യത്തെ തലപൊക്കാൻ അനുവദിക്കരുത്. തലപൊക്കാൻ അനുവദിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വാഭാവികമായി തന്നെ അതിന്റെ വളർച്ചയെ തടയണം. വളർച്ചയെ തടയാൻ ഈ താരിഫ് യുദ്ധം കൊണ്ട് ഒന്നും ആകില്ല എന്നുള്ള കാര്യം ട്രംപിനും അറിയാം, ട്രംപിനെ പിന്തുണയ്ക്കുന്നവർക്കും അറിയാം. പകരം കറക്റ്റ്. എന്തായിരിക്കണം ചെയ്യേണ്ടത്? ഈ രാജ്യത്ത് ഭീകരവാദ ആക്രമണം ഉണ്ടാക്കി അല്ലെങ്കിൽ യുദ്ധം, പാകിസ്ഥാനെ കണക്കുള്ള ഒരു രാജ്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അത് നീണ്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ പോലെ അത് കുറച്ചുനാൾ നീണ്ടു പോവുകയാണെങ്കിൽ അത് നമ്മുടെ സാമ്പത്തിക എന്താണ് പറയുക, ആ കുതിച്ചുചാട്ടത്തിന് തടയിടാൻ കഴിയും. അത് തന്നെയാണ് അവർ വളരെ കാലമായി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ട്രംപ് എന്ന് പറഞ്ഞ ഒരാൾ അത് വളരെ വേഗത്തിലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റ് അമേരിക്കൻ ഭരണാധികാരികളൊക്കെ അത് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അത് സ്ലോലി പതുക്കെ പതുക്കെ ഒരു ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ലോ പോയിസൺ പോലെയായിരുന്നെങ്കിൽ ട്രംപ് അങ്ങനെയല്ല. കാരണം ട്രംപിന് എടുകൊടുക്ക ചോറും കറിയും എന്നുള്ളൊരു മെത്തേഡാണ് എല്ലാ കാര്യത്തിലും. അപ്പൊ ഈ കാര്യത്തിലും അധികം വൈകില്ല. അത് ഒന്നാമത്തെ കാര്യം. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ, കൃത്യമായി പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ മെയ് മാസത്തിൽ നടന്നു. മെയ് 10-ന് ശേഷം നമ്മളുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട 5 നേതാക്കന്മാർ അല്ലെ 5 തലവന്മാർ ഈ സമാനമായ, ഇപ്പൊ കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് മധ്യപ്രദേശിലെ മോവായിൽ ആർമി കോളേജിൽ നടന്ന ഒരു ചടങ്ങിൽ, ആ ചടങ്ങിൽ നടന്ന ഒരു റൺ സംവാദ് എന്ന് പറയുന്ന ഒരു പരിപാടിക്കിടയിലാണ് അദ്ദേഹം പറഞ്ഞത്, ഈ ആഗോള തലത്തിൽ തന്നെ വളരെ വേഗം സാഹചര്യങ്ങൾ മാറുകയാണ്, അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയാത്ത അതെ. പ്രവചനാതീതമായ ഒരു സാഹചര്യത്തിലേക്ക് ലോകം പോകുമ്പോൾ നമ്മളൊരു ദീർഘകാല യുദ്ധത്തിന് തയ്യാറെടുക്കണം. കുറഞ്ഞതൊരു 5 വർഷത്തേക്കെങ്കിലും യുദ്ധം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം എന്ന് പറയുന്നു. ഇവിടെ ഇതിനു മുമ്പ് ഇതിപ്പോ രാജ്നാഥ് സിംഗ് പറയുന്നു, ഒരു മാസം മുമ്പ് നമ്മുടെ ഉപരി ജലഗതാഗത ഗതാഗത ജല ഉപരിഗതാഗത വെരി വകുപ്പ് ഗുഡ്. മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി, അദ്ദേഹം മുംബൈയില് ഒരു ബുക്ക് പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞതും ഇതേപോലെയാണ്. അദ്ദേഹം പറഞ്ഞത് ഏത് നിമിഷവും ഒരു ലോകമഹായുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിക്കടി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് നമ്മളെല്ലാവരും സമാധാനത്തിൽ പോകണം, കാരണം ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നതെന്ന്. അതുപോലെ തന്നെ ശ്രീ അമിത്ഷാ പറഞ്ഞിരിക്കുന്നു, നമ്മൾ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട സമയം. കാരണം അദ്ദേഹം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തിനുള്ളിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകളും മറ്റും ഒക്കെ സജീവമാകാൻ സാധ്യതയുണ്ട്, ജാഗ്രത വേണം എന്ന് പറയുന്നു. നമ്മുടെ കരസേനാ യെസ്. മേധാവി പറയുന്നു നമ്മൾ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ CDS അനിൽ ചൗഹാൻ പറയുന്നു നമ്മൾ സർവ്വസജ്ജമായിട്ട് ഒരു വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുക. കാരണം എല്ലാവരും ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ തന്നെ മുമ്പ് നമ്മൾ ചർച്ചകളിൽ പറഞ്ഞതുപോലെ ഇതിപ്പോ വെടിനിർത്തലാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. വെടിനിർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു താൽക്കാലികമായ ഒരു കുമിള മാത്രമാണ്, അല്ലാതെ അതൊരു കരാറല്ല. അപ്പോൾ സ്വാഭാവികമായി തന്നെ അത് ബ്രേക്ക് ആകാനുള്ള സാധ്യത ഏത് നിമിഷമുണ്ട്. അതിന്റെ ഒരു വലിയ തെളിവായിട്ട് നമ്മൾ പറയുന്നത് ഈ നമ്മുടെ ശ്രീമാൻ മുനീറിനെ രണ്ടാമതും അമേരിക്ക അവിടെ വിളിച്ചു വരുത്തി വെച്ചിട്ട് ഇന്ത്യക്കെതിരെ ഈ ആണവായുധം പ്രയോഗിക്കും എന്ന് പറഞ്ഞത്. എന്തായാലും ട്രംപ് അറിയാതെ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം അറിയാതെ മുനീറിന് അവിടെ പോയിട്ട് എന്ന് പറയാൻ കഴിയില്ല ആ സാധനം. അപ്പം അങ്ങനെ ചെയ്യുന്നു. വലിയ രീതിയിലുള്ള പണികൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ചൈനയുമായി അടുക്കുന്നത്. ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഈ ഇന്ത്യ അല്ലെങ്കിൽ നരേന്ദ്രമോദി കയറിയതിനു ശേഷം 2014 കയറിയതിനു ശേഷം അദ്ദേഹം അവസാനമായിട്ട് ചൈന സന്ദർശിക്കുന്നത് 2018-ലാണെന്ന് തോന്നുന്നു. 2019 ആയപ്പോഴേക്കും കോവിഡ് വന്നു, ചൈനയുമായിട്ടുള്ള അതെ. ട്രേഡിംഗ് നിർത്തിവെച്ചു. 20 ആകുമ്പോഴത്തേനും നമ്മൾ അവരോട്ടൊക്കെ ഉടക്ക് പതുക്കെ തുടങ്ങുന്നു. അങ്ങനെ നമ്മൾ പോയിട്ടില്ല. പക്ഷെ ഇപ്പോഴ് ചൈനയ്ക്കാണ് ഇന്ത്യയെ കൊണ്ട് ഏറ്റവും കൂടുതൽ ആവശ്യം. അതുകൊണ്ട് തന്നെ ചൈന ഇങ്ങോട്ട് വന്നു. അതായത് നമ്മൾ പറയില്ലേ, അതായത് അവൻ വരും, വരുന്നതിനൊരു സമയമുണ്ട്, ആ സമയമാകുമ്പോൾ അവൻ എന്നെ തേടി വരും, അപ്പൊ നമുക്ക് ഒന്നിക്കാം എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ചൈനയ്ക്ക് ഇന്ത്യയെ കൊണ്ടാണ് ആവശ്യം. അല്ലാതെ ഇന്ത്യക്കും ആവശ്യമുണ്ട്, പക്ഷെ എമർജൻസി ഉള്ളത് ചൈനയ്ക്കാണ്. കാരണം ചൈനയ്ക്ക് നന്നായി അറിയാം ഇപ്പോൾ അമേരിക്ക ഈ വെച്ചിരിക്കുന്ന താരിഫില് ഒരു കാലതാമസം ചൈനയ്ക്ക് മേൽ വരുത്തി വെച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യം അവർക്ക് നന്നായി അറിയാം.
അടുത്ത അവരുടെ ടാർഗറ്റ്. കാരണം അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുവാണ് ചൈന. ചൈന. അതുകൊണ്ട് തന്നെ അടുത്ത നീക്കം ചൈനയ്ക്കെതിരെ ആയിരിക്കും, പ്രത്യേകിച്ച് ഈ തായ്വാൻ അടക്കമുള്ള അനവധി വിഷയങ്ങൾ. കാരണം ചൈന ഈ മേഖലയിലെ ഒരു നമ്പർ 1 ശക്തിയാണ്. രണ്ടാമത്തെ ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയായ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ നേരെ തിരിയുന്നത് അമേരിക്ക ചൈനയ്ക്കെതിരെ ആയിരിക്കും എന്നുള്ള കാര്യം സ്പഷ്ടമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ് ചൈനയ്ക്ക്. അപ്പോൾ സ്വാഭാവികമായി തന്നെ അവർ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇന്ത്യയുമായിട്ട് അവർക്കുള്ള പ്രധാന പ്രശ്നം അല്ലെങ്കിൽ ഏക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അതിർത്തി പ്രശ്നം മാത്രമാണ് നിലവിലുള്ള ഉം, പ്രശ്നം. ഉം. ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് സോൾവ് ചെയ്യാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നത് ഇന്ത്യക്കും കൂടെ വിചാരിച്ച എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഈ ടിബറ്റിൽ ദലൈലാമയുടെ വിഷയമുണ്ട്. ആ വിഷയം ഒരു പൊളിറ്റിക്കൽ വിഷയമാണ്, അതല്ലാതെ ഒരു എന്താ പറയുന്നത് ഒരു അതിർത്തി തർക്കം പോലത്തെ ഒരു സൈനിക വിഷയമല്ല, ഒരു പൊളിറ്റിക്കൽ വിഷയമാണത്. അത് രണ്ടു കൂട്ടരും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ കോംപ്രമൈസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അപ്പൊ അതൊരു വിഷയം മാത്രം നിൽക്കുന്നു. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഉള്ളത് അതിർത്തി പ്രശ്നമാണ്. അത് ഏകദേശമൊക്കെ പരിഹരിക്കാൻ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം എന്താ പറയുന്നത് ഒരു കല്ല് പോലും ഇല്ലാതിരുന്ന ഒരു അതിർത്തിയിൽ ഇപ്പൊ ഏകദേശം ഒരു കല്ലിട്ട് വരുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ മാറി. പക്ഷെ എന്നാലും ചൈനയാണ്, നമുക്ക് നമ്പാൻ പറ്റില്ല. അപ്പൊ അവരെ സംബന്ധിച്ചാണെങ്കിൽ അവർ പറയുന്നതിനകത്തും ഇപ്പോൾ ഇന്ത്യ ചിന്തിക്കുന്നതിനകത്തും ഒക്കെ കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ രണ്ടും വലിയ വിപണിയാണ്. ഏതാണ്ട് ഇന്ത്യയിൽ 140 കോടി ജനമുണ്ട്, ഏകദേശം അത്രയും തന്നെ അവിടെയുമുണ്ട്. ഏതാണ്ട് 300 കോടി ജനമുള്ള രണ്ട് രാജ്യങ്ങൾ. അതിൽ ഇവിടെയും 10-30 കോടി പേർക്ക് ഹൈ പവർ പർച്ചേസിംഗ് കപ്പാസിറ്റി ഉണ്ട്, അവിടെയും 30 കോടിയിലേറെ പേർക്ക് ഹൈ പവർ പർച്ചേസിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഹൈ പവർ പർച്ചേസിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ വലിയ വീടും കാറും ഒക്കെ പർച്ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് വേണം നമ്മൾ കരുതാൻ. അതായത് 140 കോടി ജനത്തിന്റെ ഹൈ ആയിട്ടുള്ള നല്ല പർച്ചേസിംഗ് മനസ്സിലായി. കപ്പാസിറ്റി ഉള്ളവരുടെ കണക്കാണ് അവർ. ഉം. അപ്പൊ 60 കോടി ജനം ഈ രണ്ട് രാജ്യത്തുമുണ്ട്. അപ്പോൾ രണ്ട് രാജ്യത്തും ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ ഇടയിൽ കച്ചവടം ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെയും ചൈനയ്ക്ക് ഇന്ത്യ തന്നെ ഒരു നമ്പേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ചൈന ഒരു എന്താണ് കൺസ്യൂമർ ആയിട്ടുള്ള ഒരു കൺട്രി അല്ല, അതായത് ഈ എന്താണ് ഒരു വിപണിയല്ല ചൈന. പകരം ഇന്ത്യ അല്ല ചൈന ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് കൺട്രിയാണ്. അവർ കയറ്റി അയച്ചിട്ടാണ് അവർ ലാഭം ഉണ്ടാക്കുന്നത്. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് അവരുടെ കൂടുതൽ ഐറ്റംസ് വിറ്റഴിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വരുന്നത്. ഇത് റഷ്യക്കും അനിവാര്യമായ ഒരു ഘടകമാണ്. ഇന്റർനാഷണൽ മീഡിയാസ് അടിക്കടി എഴുതുന്നത് പുടിനാണ് ഇപ്പോൾ ഹീറോ എന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ നമ്മുടെ താരിഫ് പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ റോയിട്ടേഴ്സിന്റെ ഒരു ലേഖനം വായിക്കേണ്ടത്. റോയിട്ടേഴ്സിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, അറിയാം. നിരന്തരം മോദി വിരുദ്ധ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള വാർത്തകൾ ചമയ്ക്കുന്ന റോയിട്ടേഴ്സ് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ കാണിക്കുന്നത് ട്രംപിന് താൽക്കാലികമായി ചില കൈയിടികൾ നേടിക്കൊടുത്തേക്കാം. പക്ഷേ ഒരു ലോങ് ടേം നോക്കുകയാണെങ്കിൽ അത് ട്രംപിനെ സംബന്ധിച്ചൊരു നഷ്ടക്കച്ചവടമായിരിക്കും. കാരണം നമുക്കറിയാം ഇന്ത്യക്കെതിരെ ഒരു വലിയ നീക്കം തന്നെ അമേരിക്ക എപ്പോഴും നടത്തിയിട്ടുണ്ട്. ആ ബന്ധം ഒന്ന് അല്പമെങ്കിലും ഒക്കെ ഊഷ്മളമായി തുടങ്ങിയ ശ്രീ ബിൽ ക്ലിന്റന്റെ ഒക്കെ ഒരു കാലം വന്നു തുടങ്ങുമ്പോൾ ആണ് പതുക്കെ ഒക്കെ ഒരു 2000-2002 ആകുമ്പോഴാണ് നമ്മളുമായിട്ട് അവരൊരു മഞ്ഞുരുകലിലേക്ക് വന്നത്. അപ്പൊ അവിടെ തൊട്ട് ഇങ്ങനെ വന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് പിന്നെയും ട്രംപ് വന്നപ്പോൾ പിന്നെയും പണി തന്നു 2018. അന്ന് നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫ് ഒന്നാം ട്രംപിന്റെ കാലത്ത് ഉണ്ടായിരുന്നു. നമ്മൾ S-400 വാങ്ങിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അതിന് തടയിട്ടത് ട്രംപാണ്. അത് തടയിട്ടതല്ല, അതിനെ ഈ കൂടുതൽ താരിഫും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തടഞ്ഞു നിർത്തി, അത് നീട്ടി, അതായത് കാലതാമസം വരുത്തി. ഇല്ലെങ്കിൽ നമ്മളത് 2009 അത് ഇറങ്ങിയപ്പോൾ തന്നെ വാങ്ങേണ്ടവരാണ് നമ്മൾ ആ സാധനം. പക്ഷെ നമ്മളത് 2018 വരെ നമുക്ക് നീട്ടേണ്ടി വന്നു. കാരണം നരേന്ദ്രമോദി 2014 വന്നത്, അത് മറ്റൊരു കാര്യം. അത് വന്നതിന് ശേഷമാണ് അത് വാങ്ങാനുള്ള ഒരു തീരുമാനം ത്വരിതഗതിയിലാക്കുന്നത്. അപ്പൊ അത് നീണ്ടുപോയത്. അപ്പൊ ട്രംപ് അത്ര നല്ല പുള്ളിയൊന്നും അല്ല, ട്രംപ് പുതിയതായിട്ട് ചെയ്തതൊന്നുമല്ല. ഈ മൈ ഫ്രണ്ട് എന്ന് നരേന്ദ്രമോദി വിളിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിക്ക് ഇതൊന്നും അറിയാൻ മേലാത്തതല്ല, ഇന്ത്യക്കാർക്ക് ഇതൊന്നും അറിയാൻ മേലാഞ്ഞിട്ടല്ല. 2018 ട്രംപ് പണി തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ തന്നത് കുറച്ചുകൂടെ കൂടി എന്ന് മാത്രമേ ഉള്ളൂ. ഉപരോധം ഇന്ത്യക്ക് ആദ്യമല്ല. 1974 ഒരു ഉപരോധം തന്നിട്ടുണ്ട്. നമ്മൾ ഒന്നാം ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ആണവ സഹകരണം അമേരിക്ക നിർത്തിവെച്ചിട്ടുണ്ട് നമ്മളുമായിട്ട്. 1998 അന്ന് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞൊരു കാര്യമുണ്ട്. ചില മാധ്യമങ്ങളുടെയൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അന്ന് അടൽ ബിഹാരി പറഞ്ഞത് ഇത് നമ്മളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ ഉപരോധമായിരുന്നു അന്നുണ്ടായത്. ഉപരോധം വലിയ തിരിച്ചടി തന്നെയാണ്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരുപാട് വിഭവശേഷിയുണ്ട്. അത് എല്ലാ ഉപരോധങ്ങളെയും മറികടക്കാൻ ഈ രാജ്യത്തിന് കരുത്ത് നൽകുമെന്ന് 27 വർഷം മുമ്പായിരുന്നു ധനുഷേ അന്ന് നമുക്കുള്ളൊരു ഉപരോധം ഉണ്ടായിരുന്നു. ആ 27 വർഷം മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി പറഞ്ഞ വാക്കുകൾ ഇന്ന് എത്രത്തോളം പ്രസക്തമായിരിക്കുന്നു. ആ 27 വർഷം പിന്നിട്ട് നിൽക്കുമ്പോൾ ഇന്ന് എന്താണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പ്രൊഡക്ഷനുള്ള രാജ്യമായി മാറി. എല്ലായിടത്തും വലിയ വിപണി തുറന്നു. അന്ന് വാജ്പേയി പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധ്യതകൾ ഉണ്ട്, അതിനെ നമുക്കത് എടുക്കാൻ, ഇല്ലെങ്കിൽ അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞ വിഭവശേഷി ഈ രാജ്യത്തിനുണ്ട്, സമ്പത്ത് ഈ രാജ്യത്തിനുണ്ട്. പക്ഷേ
അതുകൊണ്ട് തന്നെ ഒരു ഉപരോധത്തിനും ലോകത്തിൽ ഇന്ത്യ തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ നമ്മൾ പക്ഷെ അതിന്റെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആണവ പരീക്ഷണം നടത്താതിരിക്കാനും നമുക്ക് കഴിയില്ല, കാരണം അത് മുമ്പോട്ട് പോയേ പറ്റൂ നമുക്ക്. കാരണം നമ്മുടെ ആണവ ഊർജ്ജം മാത്രമല്ല, ആണവ ആയുധത്തെ കരുത്ത് നമുക്ക് വേണമെന്ന്. അങ്ങനെ അമേരിക്ക നമുക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത് 2 തവണ. ട്രംപിന്റെ ഉം. കാലം തൊട്ട് എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും നമുക്ക് പണിയാവുന്നിടത്തോളം ഞാനിത് പലപ്പോഴും ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഈ ഇയർ വെച്ചിട്ട് ഞാൻ പറയാത്തത്. അപ്പൊ ഏതായാലും ഇത്തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി ഇപ്പൊ ട്രംപ് ചെയ്യാൻ പോകുന്ന ഏറ്റവും അടുത്ത ഒരു പണി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ കുത്തി ഇളക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെയാകും. അതിനകത്ത് യാതൊരു ഡൗട്ടും ഉം. ഇല്ല. പക്ഷെ പാകിസ്ഥാൻ എത്രത്തോളം അതിന് മുതിരുമെന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇപ്പോൾ പഴയതുപോലെയല്ല, RIC കുറച്ചുകൂടെ ശക്തമാകുന്നു, റഷ്യ, ഇന്ത്യ, ചൈന എന്ന്. കുറഞ്ഞ പക്ഷം യെസ്. ചൈന പാകിസ്ഥാന്റെ കൂടെ നിൽക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളെ സംരക്ഷിക്കുമോന്നോ ഇല്ലെങ്കിൽ പിന്നെന്താണ് നമ്മുടെ ഒപ്പം ചൈന ചേരുമോ എന്ന് അർത്ഥമാക്കേണ്ട കാര്യമില്ല, അങ്ങനെ സംഭവിക്കുകയുമില്ല. പക്ഷെ പകരം ചൈന അവിടെ സൈലന്റ് ആയിട്ട് തന്നെ നിന്നുകൊണ്ട് മുമ്പോട്ട് ഉം. നീങ്ങാനുള്ള സാധ്യതയാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടു. ഇതിനെല്ലാം മധ്യസ്ഥത വഹിക്കുന്ന പുടിനാണ്. ഇതാണ് ഉം. റോയിട്ടേഴ്സ് അടക്കം പറയുന്നത്. ഇവിടെ അമേരിക്ക എന്താണോ ഇത്രയും കാലം ലക്ഷ്യം വെച്ചിരുന്നത്, ഇന്ത്യയെ പോലൊരു ജനാധിപത്യ രാജ്യത്തെ, ശക്തമായ രാജ്യത്തെ കൈവെച്ചുകൊണ്ട് അല്ലെങ്കിൽ സുഹൃത്താക്കിക്കൊണ്ട് അവരുടെ ഒരു പൊതുശത്രു, അവരുടെ ഒരു പ്രധാന ശത്രുവായ ചൈനയെ ഒതുക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കൻ ഭരണാധികാരികളെല്ലാം ഇതുവരെ അനുവർത്തിച്ചു വന്നു. അതിപ്പോഴെന്ത് പറ്റി? ഉം. നമ്മൾ പറയുന്നില്ല, കുളം കലക്കി പരുന്തിന് കൊടുക്കുക എന്ന് കേട്ടിട്ടില്ലേ? ആ പണിയാണ് ഇപ്പൊ ട്രംപ് ചെയ്തത്. മൊത്തത്തിൽ കലക്കി. അദ്ദേഹം പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റാണ് പിന്നീട് സംഭവിച്ചതെന്നുള്ളത്. കാരണം അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്ത്യ ചൈനയും തമ്മിൽ ഇത്രത്തോളം ഒരു ബന്ധത്തിലേക്ക് നീങ്ങും എന്നുള്ളത് പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ ഈ മാസം ഒടുക്കം, അത് 2 ദിവസം കൂടെ, ഇന്നിപ്പോ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരം ജപ്പാനിലേക്ക് പോവുകയാണ്. ജപ്പാനിൽ പോയിട്ട് അദ്ദേഹം നാളെയോ മറ്റന്നാളോ എത്തുന്നുണ്ട്. എവിടെ? ഈ പറയുന്ന ചൈനയിൽ എത്തുന്നുണ്ട്. എത്തുമ്പോഴത്തേക്കും ഒരു വലിയ പ്രഖ്യാപനം. ഇന്നിപ്പം നമ്മളിപ്പം ലേറ്റസ്റ്റ് ന്യൂസ് കാണുന്നത് ചൈനീസ് പ്രസിഡന്റുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്പെഷ്യൽ കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ്. ഇതിനകത്ത് പിന്നെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഉണ്ട്, പങ്കെടുക്കുന്നുണ്ട്, ഷഹബാസ് ഷെരീഫ്. അതേക്കുറിച്ച് നമുക്ക് മറ്റൊരു ചർച്ചയിൽ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ചർച്ചയിൽ കുറച്ചുകൂടെ വിശദമായിട്ട് തന്നെ ഇതെല്ലാം എന്തൊക്കെയാണ് അതിൽ നടക്കാൻ പോകുന്നതും മറ്റു കാര്യങ്ങളും നമുക്ക് പറയാം. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ വിച്ചോട്ടാ, ഈ യുദ്ധം പറ. ഉണ്ടാകും എന്നുള്ള ഒരു സെറ്റപ്പ് ഇപ്പൊ പറയുന്നുണ്ടല്ലോ, രാജ്നാഥ് സിംഗ് പറയുന്നുണ്ടല്ലോ യുദ്ധം വരും. അപ്പൊ അത് എത്രത്തോളം ഭയാനകരമായിരിക്കും? ഇല്ല, ഇവര് പറച്ചിൽ കേട്ടിട്ട് എനിക്കിത് ഭയാനകരമായിട്ടുള്ള അതിനെ പ്രതിരോധിക്കാൻ നമ്മളെ അല്ല കൊണ്ട് സാധിക്കില്ലേ? അല്ല അങ്ങനെയല്ല. ഇപ്പം ഈ യുദ്ധം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഈ പിന്നെ എന്താണ് പറയുന്നത്, നമ്മുടെ മൊബൈൽ വാർ ഗെയിം കാണുന്ന കുട്ടികൾ, യൂത്തിനൊക്കെ ഒരുപക്ഷെ ഈ ഇതിന്റെ തിക്തഫലം മനസ്സിലായില്ല. എനിക്ക് ഉം. ഉം. തോന്നുന്നത് ഈ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യം ഇതിനു മുമ്പും പല യുദ്ധ സാഹചര്യത്തിൽ കൂടെ കടന്നുപോയിട്ട് യുദ്ധം നടന്നിട്ടുണ്ട്. 71 നടന്നിട്ടുണ്ട്, ചൈനയുമായിട്ടുള്ള വാർ നടന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ, എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ ജനിച്ചിട്ടുമില്ല, പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ പ്രായമുള്ള എൻ്റെ അമ്മുമ്മയും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്ന് നമുക്ക് ലൈറ്റ് ബൾബുകൾ പോലും വൈകുന്നേരം ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇന്ന് സാഹചര്യം മാറി. ഇന്നത് നമുക്ക് അങ്ങനത്തെ ഒരു ഉം. വിഷയങ്ങളൊന്നുമില്ല. ഉം. വൈകുന്നേരം ആകുമ്പോൾ ബൾബൊക്കെ ഓഫ് ചെയ്തിട്ട് ഞങ്ങള് ഈ ജനലിലൊക്കെ അന്ന് ഈ കരിമ്പടം ഉണ്ടല്ലോ, ആ, ഇപ്പത്തെ പുതയ്ക്കുന്ന അതെ അതെ. കരിമ്പടം, അപ്പൊ അതുകൊണ്ട് മൂടി വെക്കും എന്ന് പറഞ്ഞു. അന്നത്തെ ഒരു കാലമാണ്. അന്ന് ഇതുപോലെ നമുക്ക് ഈ സ്കൂട്ടറുകളും കാറുകളും ഒന്നും അധികമില്ല. അതുകൊണ്ട് നമുക്ക് ഈ പെട്രോളിന്റെ ക്ഷാമം എത്രത്തോളം ഉണ്ടെന്ന് അന്നത്തെ ജനതയ്ക്ക് അറിയില്ല. അതൊരു കാര്യം. പിന്നെ ഉം. ഈ ഭക്ഷ്യ കാര്യങ്ങളിലാണെങ്കിൽ തന്നെയും അന്നും നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ള കപ്പയും കിഴങ്ങും ഈ കാച്ചിലും ഒക്കെ ഒരു പരിധിവരെയൊക്കെ നമ്മുടെ കേരളത്തിന്റെ കാര്യം ഞാൻ ഈ പറയാം ഉണ്ട്. ഉം. പക്ഷെ ഇന്ന് ആ ഒരു ജനതയുടെ ആ ഒരു മനസ്സ് ഇന്നും മാറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്നു ഞാനും ധനുഷും കൂടെ ഇതേപോലെ ഇരിക്കുമ്പോൾ സമയത്ത് നമ്മൾ പറഞ്ഞു, പഞ്ചാബില് ഈ ബ്ലാക്ക് ഔട്ടിന്റെ റിഹേഴ്സൽ നടക്കുന്നു. അപ്പൊ അവിടെ ആദ്യത്തെ ഡ്രോൺ വീണ് കഴിഞ്ഞപ്പോ അന്ന് രാത്രി നമ്മൾ സംസാരിക്കുന്നുണ്ട്. ആ സമയങ്ങളെല്ലാം നമ്മൾ നിരന്തരം സംസാരിക്കുന്നുണ്ട്, ലൈവിൽ വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു, പഞ്ചാബിലെ ജനത്തിൽ നോക്കൂ എന്ത് കൂളായിട്ടാണ് അവർ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ധനുഷിനോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആണ് അവര്. കാരണം ഏറ്റവും കൂടുതൽ ഈ യുദ്ധത്തിന്റെ തീഷ്ണത ഏറിയവരാണ് പഞ്ചാബി ജനത. കാരണം അവർക്ക് ഈ ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു മിസൈൽ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നമുക്ക് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ വീണില്ലേ ബോംബ്? കേരളത്തിൽ വീണു. കൊച്ചിയില്. കേരളത്തിൽ കൊച്ചി വീണു. ലക്ഷദ്വീപ് പിടിക്കാൻ വേണ്ടി പാകിസ്ഥാൻ നീക്കം നടത്തിയില്ലേ? അപ്പം നമ്മളും അതിൽ നിന്ന് പൊട്ടിയില്ല. മുക്തരല്ല. പൊട്ടിയില്ല എന്നേ ഉള്ളൂ, നമ്മൾ അതിൽ നിന്ന് മുക്തരല്ല. പക്ഷെ ഇന്ന് ടെക്നോളജി വളരെയധികം മാറിപ്പോയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഒരു മുമ്പോട്ടുള്ള പോക്ക്, കാരണം ഭക്ഷ്യസുരക്ഷയിലായാലും മറ്റു കാര്യങ്ങളിലായാലും ഒക്കെ വെൽ പ്രാക്ടീസ്ഡ് ആയിട്ടൊരു ജനതയാണ് ഇന്ന് ഇന്ത്യൻ ജനത. അവർക്ക് എല്ലാത്തിനെയും അതിജീവിക്കണം.
ഈ എക്സ്പീരിയൻസ് ഒക്കെ തന്നതിന് നമ്മൾ ഒരു പരിധിവരെ അമേരിക്കയും ഒരു പരിധിവരെ ചൈനയ്ക്ക് നന്ദി പറയണം. കാരണം അമേരിക്ക നിരന്തരം ഉപരോധങ്ങളും ഈ എന്താണ് പിന്നെ താരിഫുകളും ഒക്കെ മുമ്പും തന്ന് നമ്മൾ അതിനെ അതിജീവിക്കാൻ പിടിച്ചു. പിന്നെ കോവിഡ് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തത് മൂലം നമ്മൾ കോവിഡ് കാലഘട്ടം എന്താണ് ആ ഒരു സമയത്ത് നമ്മൾ അതിനുള്ള പ്രാക്ടീസ് ചൈനയാണ് നമുക്ക് തന്നത്. കാരണം ഓക്കെ. അവിടെയാണല്ലോ ഈ പിന്നെ എന്താണ് കോവിഡിന്റെ എന്താണ് വൈറസിനെ ഉൽപ്പാദിപ്പിച്ചെടുത്തത്. അത് ഉം. നമുക്കെല്ലാം അതിപ്പോ പുതിയ തലമുറക്കെല്ലാം അറിയാം ഉറപ്പാണ്. 2019 മുതൽ എങ്ങനെയാണ് ഇതെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ട് തന്നെ അതിന്റെ ഫലം ഇതുണ്ടാകും. പക്ഷെ അത് നമ്മുടെ ഉം. ഇങ്ങോട്ടേക്ക് ആയില്ല. കാരണം പാകിസ്ഥാൻ അതിനിപ്പോ ഒരു ബാക്ക് അമേരിക്കയുടെ കിട്ടുന്നത് കൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ഒരു പക്ഷെ ആണവായുധങ്ങൾ തന്നെ തുടക്കത്തിൽ ഉപയോഗിച്ചെന്നിരിക്കാം. അത് പക്ഷേ ഓക്കെ. ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് അതിർത്തിയുമായി പങ്കിടുന്നതിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെയാണ്.